പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 27-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും അല്പസമയം കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കരുതിയ, സംരക്ഷിച്ച കർത്താവിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ സ്തോത്രമപ്പാ. ഈ ലോകത്തിൽ അങ്ങയുടെ കൃപയാ ഞങ്ങൾ കഴിഞ്ഞ പകൽക്കാലം സംരക്ഷിക്കപ്പെട്ടത്. അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച അങ്ങയുടെ കൃപയ്ക്ക് സ്തോത്രം 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 അപ്പാ. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം 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 അപ്പാ. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിന് ആമേൻ, സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ മഹിമപ്പെടുത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന കർത്താവേ. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അതെ, ഇന്ന് പകൽക്കാലം ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. ഇന്ന് പകൽ മുഴുവനും ഞാൻ കർത്താവിനെ സ്തുതിക്കും. കർത്താവിൻ്റെ സ്തുതിയായിരിക്കും എപ്പോഴും എൻ്റെ നാവിൽ നിന്ന് വരുന്നത്. ആരോട് സംസാരിച്ചാലും, ആരോട് ഇടപെട്ടാലും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്തുതി എൻ്റെ നാവിൽ നിന്ന് വരും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ആമേൻ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ആമേൻ. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയിരിക്കുക. നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഒക്കെ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നസറേനായ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ ലോകവ്യാപകമായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും നസറേനായ യേശുവിൻ നാമത്തിൽ പകരപ്പെടട്ടെ പകരപ്പെടട്ടെ പകരപ്പെടട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് ക്യാൻസറിനാൽ ഭാരപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല. അങ്ങ് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനെന്നാ തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. അവരുടെ നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ അവരിലേക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ. അവർ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. അതുപോലെ മറ്റ് രോഗങ്ങളാൽ കഴിയുന്നവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആവശ്യങ്ങളിൽ നിൽക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കൃപയുണ്ടാണ്. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കണം. നാളത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകല മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയുന്നതിനായി സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 സഭായോഗം തുടങ്ങുന്നത്. മറക്കാതെ അതിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ, കാണാതറിയാവുന്ന വാക്യമാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പോൾ ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലർ ചിലപ്പം അവർ പൊടുന്നനെ താഴെ വീണെന്നിരിക്കും, ചിലപ്പോൾ അവർ തുള്ളി ചാടിയെന്നിരിക്കും, ചിലപ്പോൾ അവർ ഭയങ്കര ശബ്ദം ഉയർത്തിയെന്നിരിക്കും, പലതും സംഭവിക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഈ ശക്തി എന്ന് പറയുന്നത് ഡ്യുനാമിസ് പവറാണ്. മാനുഷികമായ ശക്തിയല്ല അവരുടെ മേൽ പകരപ്പെടുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വരുമ്പോൾ അവരുടെ മേൽ പകരപ്പെടുന്നത്. എല്ലാവരും പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ദൈവാത്മാവ് വന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആരെ സ്വീകരിച്ചത്? യേശുവിനെ സ്വീകരിച്ചത്. അപ്പോൾ ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നത് സാധാരണ ശക്തിയല്ല, നമ്മളുടെ മേലിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ അത് ഡ്യുനാമിസ് പവറാണ്. അതായത് അത് സാധാരണ ശക്തിയല്ല. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എങ്ങും ഒരു പരാജയമാകാനുള്ളവരല്ല. നിങ്ങൾ ഒരു വിഷമ അവസ്ഥയിലോ അനിശ്ചിതത്തിലോ നിരാശാജനകമായ അവസ്ഥയിലോ ആണെങ്കിലും ഇന്ന് പകൽക്കാലം ആശ്വസിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളെ ജയിക്കുവാൻ, ഏത് അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിട്ടുണ്ട്. സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് പകരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വാക്കൊന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ മാനുഷികമായ ശക്തിയല്ല, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാനൊരു സാധാരണ വ്യക്തിയല്ല. കാരണം ഞാൻ ചുമക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉദാഹരണം പറഞ്ഞാൽ യേശുവിനെ നോക്കിയാട്ടെ. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ജോർദാനിൽ വെച്ച് ഇറങ്ങി വരിക. സ്നാനപ്പെടുന്ന സമയത്ത് ജോർദാനിൽ യേശു സ്നാനപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. അതിനുശേഷമുള്ള യേശുവിൻ്റെ ശുശ്രൂഷകൾ നോക്കിക്കേ, യേശുവിൻ്റെ പ്രവൃത്തികൾ നോക്കിക്കേ, യേശുവിൻ്റെ വാക്കുകൾ നോക്കിക്കേ, യേശു ചെയ്ത കാര്യങ്ങൾ നോക്കിക്കേ. പെന്തക്കോസ്ത് നാളിൽ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിനുശേഷം അവരെ ഒന്ന് നോക്കിക്കേ, അതിനു മുമ്പ് അവരുടെ ജീവിതം നോക്കിക്കേ. വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശക്തി എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഡ്യുനാമിസ് എന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം ചലനാത്മകമായ ശക്തി, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് കാരണമാക്കാൻ ഉള്ള, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള കഴിവാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വരുത്താനുള്ള ശക്തി, അല്ലെങ്കിൽ ചിലതൊക്കെ പ്രാബല്യത്തിലാക്കാനുള്ള ദൈവകൃപയാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ പ്രാരംഭവാക്യത്തിൽ നമ്മൾ കേട്ട ഈ ശക്തി എന്ന പദം വളരെ അസാധാരണമാണ്. ഇത് അത്ഭുതകരമായ പ്രവർത്തന ശേഷിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മറ്റാർക്കുമില്ലാത്ത ശക്തിയും കഴിവും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതായ പലതും ചെയ്യുവാൻ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഈ ശക്തി പകരപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കാര്യക്ഷമതയുള്ളവരായിത്തീരും, ഫലപ്രദമാകാൻ കഴിയും. അതിന് തക്കതായ ഒരു അസാധാരണ കഴിവാണ് ഈ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെട്ടപ്പോൾ ലഭിച്ചത്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി, നിങ്ങൾ കൃഷിക്കാരായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ്സുകാരായിക്കോട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും കാര്യക്ഷമത വരികയാണ്, ഫലപ്രദമാകാനുള്ള ഒരു അസാധാരണ കഴിവ് തരികയാണ്. ഫ്രൂട്ട്ഫുള്ളാകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനു മുമ്പുള്ള പരാജയങ്ങൾ കഴിഞ്ഞു, ഇതിനു മുമ്പുള്ള തോൽവികൾ മാറി, നമ്മൾ ഫലപ്രദമായി തീരുക. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് പത്രോസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പത്രോസ് പേടി ഉള്ള മനുഷ്യനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴോ പത്രോസിൻ്റെ അവസ്ഥ കണ്ടോ? മാറി. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ശക്തിയുള്ളവരായി, നമ്മൾ വ്യത്യസ്തരായി. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അവൻ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി നിങ്ങൾ പറയണം, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും, ഇനി തോൽവിയല്ല എൻ്റെ ചരിത്രം. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അവൻ വിദ്യാഭ്യാസത്തിലാകാം തോറ്റുപോയത്, കുടുംബജീവിതത്തിലാകാം തോറ്റുപോയത്, ചെയ്യുന്ന ജോലികളെല്ലാം പരാജയപ്പെട്ടു പോയി കാണും, ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം പരാജയം. പക്ഷേ ഇനി അതല്ല നിങ്ങളിൽ പകരപ്പെടുന്നത്. നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇത് നിങ്ങളെ അസാധാരണക്കാരാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇത് നിങ്ങളെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആനന്ദിക്കുക. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അസാധാരണമായ ദൈവശക്തിക്കായി സ്തോത്രം. ഇത് ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഇന്ന് കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ആ ശക്തിയിൽ ജ്വലിക്കട്ടെ, അവർ അത്ഭുതമായി മാറട്ടെ, പുതുകൃപകൾ കൊണ്ടുവരും നിറയട്ടെ, അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഈ മക്കളെ ബ്ലെസ് ചെയ്യുന്നു. ഇവർ ആത്മശക്തിയിൽ മുന്നേറട്ടെ. ഇവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. അനേകരെ സൗഖ്യമാക്കുവാൻ, അവൻ ഇവർ ചെയ്യുന്ന സകലത്തിലും ജയാളികളായി തീരുവാൻ തക്കണം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരിലൂടെ ഒഴുകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.